ഓക്കെ സ്റ്റുഡൻസ്, എല്ലാ ബ്രില്യൻസ് അക്കാഡമിയിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബ്രില്യൻസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന സബ്ജക്റ്റിലെ 6th ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. 6th ചാപ്റ്റർ നെയിം ഇതാണ്, ബേസിക്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്. എന്താണ് സ്പ്രെഡ്ഷീറ്റ്, അതിൻ്റെ ബേസിക് എന്തൊക്കെയാണെന്നാണ് ജസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നോക്കാം എന്താണെന്ന് വരുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു, ടോപ്പിക്സ്. ആ ചാപ്റ്ററിലെ ടോപ്പിക്സാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്. സെക്കൻഡ് വൺ ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്, സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് എക്സൽ, സ്പ്രെഡ്ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സലാണ്. എക്സൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എലമെൻറ്റ്സ് ഓഫ് വർക്ക്ഷീറ്റ്, വർക്ക്ഷീറ്റിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് പറയുന്നത് ഏതാണ്, സ്പ്രെഡ്ഷീറ്റ് തന്നെയാണ്. എന്താണ് സ്പ്രെഡ്ഷീറ്റ്? ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. MS എക്സലിൽ മെയിനായിട്ട് ഫസ്റ്റ് പേജ് കാണുന്നതിന് എന്താണ്, സ്പ്രെഡ്ഷീറ്റാണ്. കുറേ എന്തുണ്ടായിരിക്കും, കോളംസും റോസും ഉണ്ടായിരിക്കും. ഓക്കെ, ആ കോളംസും റോസും ഉൾക്കൊള്ള ഒരു പേജിന് പറയുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് പറയുന്നത്. ഇവിടെ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്പ്രെഡ്ഷീറ്റ് ഡെഫിനിഷൻ? ഇറ്റ്സ് എ ലാർജ് ഷീറ്റ് ഹാവിങ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഡാറ്റയും ഇൻഫോർമേഷനും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഷീറ്റാണ് എന്ത്, സ്പ്രെഡ്ഷീറ്റ്. അറേഞ്ച്ഡിനെ റോസ് ആൻഡ് കോളം. നേരത്തെ പറഞ്ഞു, റോസും ആൻഡ് കോളംസ്, അതിൻ്റെ കളക്ഷനാണ് ആക്ച്വലി എന്ത്, സ്പ്രെഡ്ഷീറ്റ്. അതിനകത്ത് എന്തുണ്ടായിരിക്കാം, ഡാറ്റയും ഉണ്ടായിരിക്കും, ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ഡാറ്റയും ഇൻഫോർമേഷനും ഉൾക്കൊള്ളുന്ന കുറേ കോളംസും റോസും ആ ഒരു ഷീറ്റിൻ്റെ പേജിന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് പറയുന്നത്. ഒക്കെ ആക്ച്വലി സ്പ്രെഡ്ഷീറ്റ് എന്താണ്ടായിരിക്കാം, കോളംസ് ആൻഡ് കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് സെൽ എന്നൊരു ടേം ഉണ്ട്. എന്താണ് സെല്ല് നോക്കാം. നമ്മൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കോളംസ് ഉണ്ടായിരിക്കും, അതുപോലെ എന്തുണ്ടായിരിക്കും, റോസ് ഉണ്ടായിരിക്കും പറഞ്ഞു. ഓക്കെ, ഈ റോസും കോളംസും മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ മീറ്റ് ചെയ്യുന്ന ഏരിയ പറയുന്നതാണ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് ഈ ഷീറ്റ് നിങ്ങൾക്ക് കാണില്ലായിരിക്കാം. ഓക്കെ, നമുക്ക് മറ്റൊരു ഷീറ്റ് നോക്കാം. നോക്കൂ, ഇവിടെ സ്പ്രെഡ്ഷീറ്റ് പറഞ്ഞാൽ എന്താണ്, കുറേ കോളംസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, അങ്ങനെ കോളംസ് വരുന്നുണ്ട്. ഓക്കെ, സെയിം ആസ് എന്ത് വരുന്നുണ്ട്, റോസ് വരുന്നുണ്ട്. ഇങ്ങനെ റോസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോളം ഒരു റോസും മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു സെല്ലാണ്. അതായത് ഈ കോളം മീറ്റ് ചെയ്യുന്ന ഇവിടുന്ന് റോസും അത് തമ്മിൽ കോളം റോസും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഒരു സെല്ലായി കഴിഞ്ഞു. അതിന് പറയുന്നതാണ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് പറയുന്നത്. ഏറ്റവും മുകളിൽ എന്തായിരിക്കും, ABCD എന്ന ഒരു കോളംസ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ കോളംസ് ഉണ്ടായിരിക്കും. 255 മാക്സിമം 255 കോളംസ് ഉണ്ടായിരിക്കും. ABCD എന്ന് കഴിഞ്ഞാൽ സെഡ് കഴിഞ്ഞാൽ പിന്നെ AAB AC എന്ന രീതിയിൽ അങ്ങോട്ട് പോകും. അതിന് 255 മാക്സിമം കോളംസ് ഉണ്ടായിരിക്കും അതിനകത്ത്. നെക്സ്റ്റ് താഴേക്ക് റോസും ഉണ്ടായിരിക്കും ധാരാളം. ഓക്കെ, അതാണ് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. ഓക്കെ, ഇനി സ്പ്രെഡ്ഷീറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ജസ്റ്റ് നമുക്ക് നോക്കാം. താഴെ പറയുന്നുണ്ട് എന്തൊക്കെ എലമെൻറ്റ്സ് വരുന്നത് നോക്കാം. അതിനുശേഷം ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു വർക്ക്ഷീറ്റിൻ്റെ എലമെൻറ്റ്സ് വരുന്നത്. നോക്കൂ, ആദ്യം വരുന്നത് ഫയൽ ടാബ് വരുന്നുണ്ട് അല്ലേ. ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, കുറേ ടാബ്സ് വരുന്നുണ്ട്. മെനുകളാണ് ഇവിടെ ടാബ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മെനു നമുക്ക് എന്ത് ചെയ്യാം, ടാബ് എന്ന രൂപത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ടാബ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇവിടെ സെല്ല് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്ത് പറയുന്നത്, നെയിം ബോക്സ് പറയുന്നത്. ഓക്കെ, ഓരോ നെയിമിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ A1 എന്ന നെയിമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ A1 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അത് നെയിം ബോക്സ് വരുന്നത്. പിന്നെ എന്താണ്, ഫോർമുല ബാർ. സെല്ലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമുല പ്രൊവൈഡ് ചെയ്യാം. ആ ഫോർമുല നമുക്ക് എവിടെ ഡിസ്പ്ലേ ചെയ്യാം, ഫോർമുല ബാറിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്താണ്, ആക്റ്റീവ് സെൽ. നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ സെല്ല് സെലക്ട് കഴിഞ്ഞാൽ അതായിരിക്കും ആക്റ്റീവ് സെൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ സെല്ലിന് മാത്രം സെലക്ഷൻ ആയിരിക്കും. അതിനെ എന്താണ് ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു റോസ് ഹെഡിങ് 1 2 3 4 അങ്ങനെ റോസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് മെയിനായിട്ട് വരുന്നത് ഇവിടെ ടൈറ്റിൽ ബാർ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും കോമൺ ആയി അറിയുന്ന കേസാണ് ടൈറ്റിൽ ബാർ എന്താണെന്നുള്ളത്. അപ്പോൾ ബുക്കിൻ്റെ ടൈറ്റിൽ, നമ്മുടെ ബുക്ക് വർക്ക്ഷീറ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ടായിരിക്കും, ബുക്കിൻ്റെ ഒരു നെയിം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ടൈറ്റിൽ ബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ കോളംസ് ഹെഡിങ്സ് ഉണ്ടായിരിക്കും. A to ABCD എന്ന രീതിയിൽ A to Z വരെ കോളം ഹെഡിങ്സ് ഉണ്ടായിരിക്കും. പിന്നെ വർക്ക്ഷീറ്റ്, ഈ ഏരിയ പറയുന്നതാണ് വർക്ക്ഷീറ്റ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് ടോട്ടൽ റിബൺ ആണ്. കുറേ റിബൺസ് ഉണ്ടായിരിക്കും, ടൂൾ ബാറിൽ വരുന്ന കുറേ റിബൺസ്. ഓക്കെ, അന്നത്താണ് മെനുവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ റിബൺ എന്ന് പറയും. പിന്നെ എന്താണ്, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉണ്ടായിരിക്കും. ഇവിടെ വരുന്നത് ഒരു വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉണ്ട്.
അതുപോലെ താഴെ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ഉണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ വ്യൂ ഷോർട്ട് കട്ട്സ് വ്യൂ ചെയ്യാനുള്ള ഒരു എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ സൂം കൺട്രോൾ, പേജ് നമുക്ക് സൂം ചെയ്യിക്കാം. മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ റിഡ്യൂസ് ആവും, പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എൻലാർജ് ചെയ്ത് വരും. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത് എലമെൻറ്റ്സ്. മാത്രമല്ല വേറെ ഒരു 2 എലമെൻറ്റ്സും ഉണ്ട്. എന്തായിരുന്നു? സ്റ്റാറ്റസ് ബാറുണ്ട്. സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്പ്രെഡ്ഷീറ്റ് നെയിം അവിടെ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന രീതിയിൽ. ഷീറ്റ് 1 ആണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ ഷീറ്റ് 1 ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഷീറ്റ് 2, ഷീറ്റ് 3 നമുക്ക് എത്ര ഷീറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയുന്നത്. വർക്ക് ബുക്കും പറയും, അതുപോലെ സ്പ്രെഡ് ഷീറ്റ് എന്ന് പറയും. വർക്ക് ബുക്ക് മീൻസ് നമ്മുടെ ഫയൽ നെയിം ആയിരിക്കും വർക്ക് ബുക്ക് പറയുന്നത്. വർക്ക് ഷീറ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന പേജ്, കോളംസും റോസുള്ള ആ പേജ് എന്താണ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ് എന്ന പേരിലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി വീണ്ടും ബാക്കിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്കറിയാം ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്? ധാരാളം ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് കുറച്ച് എലമെൻറ്റ്സ് ഫീച്ചേഴ്സ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓട്ടോ സം എന്ന ഫീച്ചറാണ്. എന്താണ് ഓട്ടോ സം? അതായത് നിയറസ്റ്റ് കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന ഡാറ്റയുടെ അല്ലെങ്കിൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മ് കാണാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ഓട്ടോ സം പറയുന്നത്. ഓക്കെ, ഹെൽപ്സ് ടു ആഡ് ദി കണ്ടൻസ് ഓഫ് ക്ലസ്റ്റർ ഓഫ് അഡ്ജസ്റ്റ് സെൽസ്. അല്ലേ, നിയറസ്റ്റ് ലൊക്കേഷൻ നിയറസ്റ്റ് സെല്ലിൽ കിടക്കുന്ന വാല്യൂസിൻ്റെ സമ്മ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോ സം എന്ന ഫീച്ചറിലൂടെ കണ്ടെത്താൻ സാധിക്കും. അത് ഓട്ടോ ഫിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ലിസ്റ്റ് ഓട്ടോ ഫിൽ. ലിസ്റ്റ് ഓട്ടോ ഫിൽ പറഞ്ഞാൽ നമുക്ക് ഒരു സെല്ലിൽ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മറ്റുള്ള താഴേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഏത് സെല്ലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഫ്ലോ ചെയ്യിക്കാൻ പറ്റും. അതാണ് ലിസ്റ്റ് ഓട്ടോ ഫിൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ സീക്വൻഷ്യൽ നമ്പർ വേണം, 1 2 3 4 എന്ന നമ്പേഴ്സ് വേണം ചോദിച്ചോളൂ. ഫസ്റ്റ് സെല്ലിൽ 1 പ്രൊവൈഡ് ചെയ്യുക, സെക്കൻഡ് സെല്ലിൽ 2 പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? 2 സെല്ല് കൂടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ എൻഡിലെത്തിക്കഴിഞ്ഞാൽ ഒരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 1 2 3 4 എന്ന സീരീസ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് ലിസ്റ്റ് ഓട്ടോ ഫിൽ പറയുന്നത്. അതുപോലെ ഡേറ്റ്, നമുക്ക് ഒരു സെല്ലിലെടുത്ത് ഡേറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ആ സെല്ലിൻ്റെ കോർണർ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ സാധിക്കും. അതെന്താണ് ലിസ്റ്റ് ഓട്ടോ ഫിൽ എന്ന് പറയുന്നത്. ആ ഫീച്ചർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ തരുന്നതാണ് ഓട്ടോ ഷേപ്സ്. ജിയോമെട്രിക്കൽ ആയിട്ടുള്ള കുറേ ഷേപ്സ് ആരോസ് ആയിട്ട് ഫ്ലോ ചാർട്ട് എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത്? സ്പ്രെഡ്ഷീറ്റ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഓട്ടോ ഷേപ്സ്. ഓക്കെ, പിന്നെ പറയുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഏരിയയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് മറ്റൊരു ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്യാൻ പറ്റും. ഹെൽപ്പ് റീപൊസിഷൻ ഓഫ് ഡാറ്റയെ നമുക്ക് ഒരു പൊസിഷനിൽ എടുത്തിട്ട് മറ്റേ പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന ഫീച്ചർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ചാർട്ട്സ് പറയുന്നുണ്ട്. ചാർട്ട്സ് മീൻസ് നമുക്കറിയാം ഗ്രാഫ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഏതിലൂടെ? എക്സലിലൂടെ. ഹെൽപ്സ് ടു പ്രസൻറ്റിംഗ് ജിയോഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ ഫോം, പൈ ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് നമുക്ക് തരുന്നുണ്ട്. ഗ്രാഫ്സ് ആണ് പറയുന്നത്. ഓക്കെ, അത് തരുന്നുണ്ട്. പിന്നെ പ്യുവർ ടേബിൾ എന്താണ്? ഹെൽപ്സ് ഫോർ ഡാറ്റ അനാലിസിസ് ആൻഡ് ജനറേറ്റിംഗ് റിപ്പോർട്ടിംഗ്. ഡാറ്റയുടെ മോഡൽ അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്യുവർ ടേബിൾ എന്നൊരു ഫെസിലിറ്റി, ഒരു ഫീച്ചർ നമുക്ക് ആര് തരുന്നുണ്ട്? MS Excel നമുക്ക് തരുന്നുണ്ട്, സ്പ്രെഡ്ഷീറ്റ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്. ഓട്ടോ സം വരുന്നുണ്ട്, വൺസ് അഗൈൻ ഓട്ടോ സം വരുന്നുണ്ട്, ലിസ്റ്റ് ഓട്ടോ ഫിൽ വരുന്നുണ്ട്, ഓട്ടോ ഷേപ്സ് വരുന്നുണ്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വരുന്നുണ്ട്, ചാർട്ട്സ് വരുന്നുണ്ട്, പ്യുവർ ടേബിൾ. ഇത്രയും എന്താണ് ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് സ്റ്റാർട്ടിങ് MS Excel ആണ്. എങ്ങനെയാണ് MS Excel സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, MS Excel മീൻസ് എന്താണ്? MS ഓഫീസിൻ്റെ ഒരു പാക്കേജാണ് എക്സൽ. ആദ്യത്തെ പാക്കേജ് വേർഡ് പ്രോസസ്സർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് പാക്കേജ് എന്താണ്? MS Excel. ഓക്കെ, അതിലാണ് നമ്മൾ പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണോ ഈ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ MS Excel ഓപ്പൺ ചെയ്യുകയാണെന്ന് ഇവിടെ പറയുന്നത്. എന്താണ്? ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഓൾ പ്രോഗ്രാംസിലേക്ക് പോകുന്നു. നെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്ന? മൈക്രോസോഫ്റ്റ് എക്സൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അതായത് നമ്മൾ സേവ് ചെയ്യുന്ന ഫയൽ എന്ത് നെയിമിൽ അറിയപ്പെടുക? വർക്ക് ബുക്ക് എന്ന നെയിമിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതിനകത്തുള്ള പേജ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വർക്ക് ഷീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വർക്ക് ഷീറ്റിലാണ് എന്ത് വരുന്നത്? കോളംസും റോസും വരുന്നത്. അതിനകത്താണ് എന്ത് വരുന്നത്? സെല്ലുകൾ വരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റാണ് ഇവിടെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു. ഇനി ആഡിങ് വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് നമുക്ക് വർക്ക്ഷീറ്റ് ആഡ് ചെയ്യാം? വർക്ക്ഷീറ്റ് ആഡ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഹോം ടാബ് എടുക്കുന്ന, ക്ലിക്ക് ഓൺ സെൽ ഗ്രൂപ്പ് എടുക്കുന്ന, അതിനകത്ത് ക്ലിക്ക് ഇൻസേർട്ട് ഷീറ്റ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ പുതിയ ഷീറ്റ് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഷീറ്റ്, ഇത് സെക്കൻഡ് ഷീറ്റ്, തേർഡ് ഷീറ്റ്. ഇവിടെ നമുക്ക് പുതിയ ഷീറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബട്ടണുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ ഒരു പുതിയ ഷീറ്റ് ഓപ്പൺ ചെയ്യും. അത് നമുക്ക് നെയിംസ് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഷീറ്റ് ആഡ് ചെയ്യാം അല്ലേ. ക്ലിക്ക് ഓൺ ന്യൂ വർക്ക് ഷീറ്റ് ഫ്രം ബോട്ടം റിബൺ. ഈ ബോട്ടം റിബണിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുന്നില്ലേ, നോക്കൂ, ഈ ഐക്കണാണ് പ്രസ് ചെയ്യേണ്ടത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഷീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് മെത്തേഡ്. അങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഷീറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി റീനെയിമിംഗ് വർക്ക് ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നെയിം ചേഞ്ച് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നായിരിക്കും വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. നമ്മൾ എന്താണോ പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നെയിംസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെ റീനെയിം ചെയ്യപ്പെടുന്നത്? ഒന്നുമില്ല, റൈറ്റ് ക്ലിക്ക് ഓൺ വർക്ക് ഷീറ്റ്. നമ്മൾ ഈ കാണുന്ന വർക്ക് ഷീറ്റിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷീറ്റ് 1 ആണ്, ഷീറ്റ് 2 അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് റീനെയിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ നെയിം ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഷീറ്റിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ എഡിറ്റിംഗ് ഡാറ്റ. എങ്ങനെയാണ് സെല്ലിൽ കിടക്കുന്ന ഡാറ്റയെ എഡിറ്റ് ചെയ്യാം? ഓക്കെ, സെലക്ട് സെൽ. ഏത് സെല്ലാണോ എഡിറ്റ് ചെയ്യുന്നത്, ഓൾറെഡി ഒരു വാല്യൂ ഉണ്ടായിരിക്കും അതിനകത്ത്, അല്ലെങ്കിൽ വാല്യൂ ഇല്ലാത്ത സെല്ലിലേക്ക് പുതിയ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെലക്ട് സെല്ല് കണ്ടെയ്നിങ് ഡാറ്റ ടു ബി എഡിറ്റഡ്. ഏത് സെല്ലാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ആ സെല്ല് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഡാറ്റ ഉണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, എന്ത് ചെയ്യുന്ന, പ്രസ് F2 എന്ന കീ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഐക്കൺ വരും. ആ ഐക്കണിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൾറെഡി സെല്ലുകളുടെ ഡാറ്റ റിമൂവ് ആയിട്ട് പുതിയ ഡാറ്റ എഡിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, പുതിയ ഡാറ്റ എഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, F2 എന്ന കീ ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് മോഡിഫൈങ് വർക്ക് ഷീറ്റ്. എങ്ങനെയാണ് വർക്ക് ഷീറ്റിനെ മോഡിഫൈ ചെയ്യുന്നത്? ഓക്കെ, അതായത് പുതിയ സെല്ല് ഇൻസേർട്ട് ചെയ്യാം, പുതിയ റോസ് ഇൻസേർട്ട് ചെയ്യാം, പുതിയ കോളംസ് ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ ആവശ്യമില്ലാത്ത സെല്ലിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കണം. റോസിനെ ഡിലീറ്റ് ചെയ്യണം, കോളത്തിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത കാര്യങ്ങൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യേണ്ടി വരും. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ വർക്ക് ഷീറ്റ് എന്ന ഏരിയയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഇൻസേർട്ട് ചെയ്യ സെൽ. ഒരു പുതിയ സെല്ല് ആഡ് ചെയ്യണം. ഓക്കെ, എങ്ങനെ സെല്ല് ആഡ് ചെയ്യുന്ന, ഹോമിനകത്ത് പോകുന്ന സെൽ ക്ലിക്ക് ചെയ്യുന്ന, നെക്സ്റ്റ് ആരോ സെലക്ട് ചെയ്യുന്ന, ഇൻസേർട്ട് സെൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു സെല്ല് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, എവിടെയാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പുതിയ സെല്ല് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പുതിയ സെല്ല് ആഡ് ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം, റോ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. സെയിം പാത്ത് തന്നെയാണ്, ലാസ്റ്റിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. എന്താണ്, ഹോമിനകത്ത് പോകുന്നു, സെല്ല് പോകുന്നു, ദെൻ നെക്സ്റ്റ് ആരോ ബട്ടൺ എടുക്കുന്ന, ഇൻസേർട്ട് എടുക്കുന്ന. അവിടെ നമ്മൾ എന്താ ഇൻസേർട്ട് ചെയ്യുന്ന, ഇൻസേർട്ട് ഷീറ്റ് റോസ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പുതിയൊരു റോസ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കോളംസും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ഷീറ്റ് കോളംസ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഷീറ്റ് റോസ് കൊടുക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഇൻസേർട്ട് ഷീറ്റ് കോളംസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കോളം ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇത്രയും നമ്മൾ ചെയ്തു, പുതിയ സെല്ല് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ അതെന്താ, ഡിലീറ്റ് സെല്ലുണ്ട്, ഡിലീറ്റ് റോസും ഉണ്ട്, ഡിലീറ്റ് കോളംസും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിലീറ്റ് സെല്ല് എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഹോമിനകത്ത് പോകുന്നു, സെല്ല് എടുക്കുന്നു, നെക്സ്റ്റ് ആരോ എടുക്കുന്നു, ഡിലീറ്റ്. എന്താ ഡിലീറ്റ് ചെയ്യുന്നത്, സെല്ലിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് സെയിം ആസ് ഏതാണ്, ഡിലീറ്റ് റോസ്. എങ്ങനെ ഡിലീറ്റ് റോസിനെ ഡിലീറ്റ് ചെയ്യുന്നത്, ഇതേ മെത്തേഡിൽ മൂവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്ന, ഡിലീറ്റ് റോസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ റോസിനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന. പിന്നെ ഡിലീറ്റ് കോളംസ്, ഇൻസേർട്ട് ചെയ്ത കോളം നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ സെയിം പാത്തിലൂടെ മൂവ് ചെയ്യുന്ന, ലാസ്റ്റ് ചെയ്യുന്ന ഡിലീറ്റ് കോളംസ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ കോളം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അത്രയാണ് ആ സെക്ഷനിൽ വരുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, റീസൈസിങ് റോസ് ആൻഡ് കോളംസ്. റോസിൻ്റെയും കോളത്തിൻ്റെയും സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് എന്ത് പറ്റും, ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സെറ്റ് കോളം വിഡ്ത്താണ്. കോളത്തിൻ്റെ വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്യണം വിചാരിച്ചോളൂ. ഓക്കെ, അതിനും ഓപ്ഷനുണ്ട്. എന്താണ്, സെലക്ട് കോളംസ് എടുക്കുന്ന, ഏത് കോളമാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വിഡ്ത്ത് കൂട്ടാൻ യൂസ് ചെയ്യുന്നത്, വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ആ കോളം സെലക്ട് ചെയ്യുക. ദെൻ ഹോം ടാബിൽ പോകുന്ന സെൽ ഗ്രൂപ്പ് എടുത്ത് ക്ലിക്ക്
ഫോമാറ്റ് എടുക്കുന്ന, ദെൻ സെൽ സൈസ് കൊടുക്കുന്ന, കോളം വിഡ്ത്ത് കൊടുക്കുന്നു, ടൈപ്പ് ദി വാല്യൂ, ആ സെല്ലിൻ്റെ വിഡ്ത്തിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് കോളം വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നത് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ചേഞ്ച് ദി കോളം വിഡ്ത്ത് ടു ഫിറ്റ് ഇൻ ദി കണ്ടൻറ്റ്. അതായത് കണ്ടൻറ്റിനനുസരിച്ച് കോളത്തിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യണം. അതായത് എത്ര കണ്ട് കണ്ടൻറ്റ് ഉണ്ടോ അതിനനുസരിച്ച് കോളം ഓട്ടോമാറ്റിക് എൻലാർജ് ചെയ്യണം. എത്ര കണ്ട് കണ്ടൻറ്റ് കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? കോളം റെഡ്യൂസ് ആവണം, കോളം സ്പേസ് റെഡ്യൂസ് ചെയ്യണം, വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അത് സെറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ചേഞ്ച് ദി കോളം വിഡ്ത്ത് ടു ഫിറ്റ് ദി കണ്ടൻറ്റ്. കണ്ടൻറ്റിനനുസരിച്ച് കോളം വിഡ്ത്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, സെലക്ട് കോളം, ഹോം ടാബ് എടുക്കുന്ന, സെൽ ഗ്രൂപ്പ് എടുക്കുന്ന, സെൽ സൈസ് എടുക്കുന്ന, ഓട്ടോ ഫിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്ത് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കണ്ടൻറ്റിനനുസരിച്ച് കോളം വലുതാവും ആൻഡ് ചെറുതാവും. അതാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? സെറ്റ് റോ ഹൈറ്റ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? റോസിൻ്റെ ഹൈറ്റും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സെയിം പാത്തറിനാണ്. സെലക്ട് കോളം എടുക്കുന്ന, ഹോം ടാബ് പോകുന്നു, നെക്സ്റ്റ് സെൽ ഗ്രൂപ്പ് എടുക്കുന്ന, ക്ലിക്ക് ഫോമാറ്റ് ആൻഡ് സെൽ സൈസ് കൊടുക്കുന്നു, റോസ് ഹൈറ്റ്, ടൈപ്പ് ദി വാല്യൂ. റോസിൻ്റെ വാല്യൂ മീൻസ് ഹൈറ്റ് വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഹൈറ്റ് എൻലാർജ് ചെയ്യാനുള്ള റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന സൈസിനനുസരിച്ച് എൻലാർജ് ഓർ റെഡ്യൂസ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂവ് ഓർ കോപ്പി എൻ്റർ സെൽ. ഒരു സെല്ലിനെ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനോ സാധിക്കണം. അതെങ്ങനെ ചെയ്ത് നോക്കാം? ഇവിടെ നമ്മൾ മൂവ് ഉണ്ട്, കോപ്പി ഉണ്ട്. കോപ്പി മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, മൂവ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നില്ല, അതേ വാല്യൂ തന്നെ നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, സെലക്ട് ദി സെൽ ദാറ്റ് യു വാണ്ട് ടു മൂവ് ദി ഓർ കോപ്പി. നമ്മൾ ഏതാണോ കോപ്പി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പോകുന്നത് ആ സെല്ലിനെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡാറ്റ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഹോം ടാബ് പോയിട്ട് എന്ത് ചെയ്യാം? ക്ലിപ്പ് ബോർഡ് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? ക്ലിക്ക് കട്ട് ഓർ ക്ലിക്ക് കോപ്പി. കട്ട് എന്ന ഓപ്ഷനോ അല്ലെങ്കിൽ ക്ലിക്ക് കോപ്പി എന്ന ഓപ്ഷൻ എടുക്കുന്നത്. ഓക്കെ, കട്ട് എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ വേർഡ് പ്രസ്സിൽ പഠിച്ച പോലെ എന്താണ്? കൺട്രോൾ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ കട്ടായി, കൺട്രോൾ സി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോപ്പിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെല്ലിൽ കിടക്കുന്ന ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഴുവനായിട്ടും കോപ്പി ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മുഴുവനായിട്ട് അവിടെ നിന്ന് എടുത്ത് മൂവ് ചെയ്യാനോ സാധിക്കും. ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പേസ്റ്റ് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്ത സാധനങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? ക്ലിപ്പ് ബോർഡിലുണ്ടായിരിക്കും. ഈ ക്ലിപ്പ് ബോർഡിൽ നിന്ന് വീണ്ടും നമുക്ക് തിരിച്ചെടുക്കണം. അതിനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നത്? പേസ്റ്റ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഏതാണ്? പേസ്റ്റ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് പേസ്റ്റ് ചെയ്യുന്ന? സെൽ ടു ബി പേസ്റ്റ്. എവിടെയാണോ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെല്ലിനെ സെലക്ട് ചെയ്യുന്നു, ദെൻ ഹോം ടാബ് പോകുന്നു. ഇതേ മെത്തേഡ് തന്നെ. ഹോം ടാബ് പോകുന്നു, ക്ലിപ്പ് ബോർഡ് എടുക്കുന്നു, ക്ലിക്ക് പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ വി സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു അല്ലെങ്കിൽ കോപ്പി ചെയ്തു. കട്ട് ചെയ്താലും കോപ്പി ചെയ്ത് കഴിഞ്ഞാലും എവിടെ ഉണ്ടായിരിക്കും? ക്ലിപ്പ് ബോർഡ് എന്ന ഏരിയയിലുണ്ടായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യണം? ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. അവനൊക്കെ എന്ത് യൂസ് ചെയ്യുന്ന? പേസ്റ്റ് എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ്? പേജ് ബ്രേക്ക് ആണ്. പേജ് ബ്രേക്ക് മീൻസ് എന്താണ്? നമുക്ക് പേജിനെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതിനെ മനസ്സിലാകുന്ന പേജ് ബ്രേക്ക് ചെയ്യുന്ന പേജ് ലേഔട്ടാണ് പോകുന്നത്. സെറ്റ് ഗ്രൂപ്പ് എടുക്കുന്ന, ബ്രേക്ക് കൊടുക്കുന്നു, ഇൻപുട്ട് പേജ് എടുക്കുന്നു, ബ്രേക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേജിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ പേജ് സെറ്റപ്പ് ആണ്. പേജ് സെറ്റപ്പ് എന്ന് വെച്ചാൽ പേജിൻ്റെ മാർജിനും മറ്റു കാര്യങ്ങളൊക്കെ ഹെഡറും ഫൂട്ടറൊക്കെ സെറ്റ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് പേജ് സെറ്റപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന ഫയൽ പോയിട്ട് പേജ് സെറ്റപ്പ് എടുക്കുക. ഫയൽ മെനു പോയിട്ട് അല്ലെങ്കിൽ ഫയൽ ടാബ് പോയിട്ട് എന്തിനാ? പേജ് സെറ്റപ്പ് എടുക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? പേജ് ഉണ്ടായിരിക്കും, മാർജിൻ ഉണ്ടായിരിക്കും, ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, പേജിൽ വരുന്നതാണ് അലോ ടു സെറ്റ് ദി ഓപ്ഷൻ. പേപ്പർ സൈസ് ഉണ്ടായിരിക്കും, ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും, പ്രിൻറ്റ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഒക്കെ എന്താണ്? പേജ് എന്ന ഓപ്ഷനിൽ വരുന്നതാണ്. പിന്നെ മാർജിൻ നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് മാർജിൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഹെഡ് ആൻഡ് ഫൂട്ടർ എന്താണ്? കോമൺ ആയിട്ട് വരുന്ന എല്ലാ എലമെൻറ്റും കൊടുക്കേണ്ട ഏരിയ എന്താണ്? എല്ലാ പേജസിലും കോമൺ ആയി വരുന്ന എലമെൻറ്റ് കൊടുക്കുന്നതാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ പേജ് നമ്പർ എല്ലാ പേജസിലും നമുക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഹെഡിങ് എല്ലാ പേജസിലും ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് ഹെഡറായിട്ടോ അല്ലെങ്കിൽ ഫൂട്ടറായിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പ്രിൻറ്റ് പ്രിവ്യൂ. പ്രിൻറ്റ് പ്രിവ്യൂ പറഞ്ഞാൽ നമ്മൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു ലുക്ക് കാണണം. ഐ മീൻ പ്രീവിയസ് ആയിട്ട് അതിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിൻറ്റ് പ്രിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്സ് ടു വ്യൂ ദി പേജ് ബിഫോർ ദി ഫൈനൽ പ്രിൻ്റ് ഔട്ട്. ഫൈനൽ പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടായിരിക്കും? ഫുൾ പേജിനകത്ത് ഇൻവോൾവ്ഡ് ആണോ അല്ലെങ്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. മാർജിൻ സെറ്റ് ചെയ്ത് ശരിയാണോ, മാർജിൻ ഔട്ടാണോ, അതിന് ഇന്നറാണോ ഒക്കെ നമുക്ക് പ്രിവ്യൂ കാണിക്കാൻ സാധിക്കും. അതാണ് പ്രിൻറ്റ് പ്രിവ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്ന ഓഫീസ് ബട്ടൺ എടുക്കുന്ന, സെലക്ട് പ്രിൻ്റ് എടുക്കുന്ന, ക്ലിക്ക് പ്രിൻറ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് എങ്ങനെയാണോ ഒറിജിനലായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് അതേ വ്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബിഫോർ ദി പ്രിൻറ്റ് ഫൈനൽ പ്രിൻ്റ് ഔട്ട്. നെക്സ്റ്റ് പ്രിൻറ്റ് എങ്ങനെ പ്രിൻറ്റ് എടുക്കുന്ന നോക്കാം. സെലക്ട് ഓഫീസ് ബട്ടൺ പ്രിൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഓഫീസ് ബട്ടൺ എടുക്കുന്ന പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് ഓപ്ഷനിലേക്ക് പോയി. ഓക്കെ, ഇനി അതിനകത്ത് കൊടുക്കുന്ന ഓപ്ഷൻസ് പ്രിൻറ്റ് ഓപ്ഷനിൽ വരുന്ന ഏതൊക്കെയാണ് വരുന്നത്? പ്രിൻറ്റ് റേഞ്ച് ഉണ്ട്,
പ്രിൻറ്റ് വാട്ടുണ്ട്, കോപ്പീസ് ഉണ്ട്. ഓക്കെ, പ്രിൻറ്റ് റേഞ്ച് മീൻസ് ആണ് സെറ്റ് ദി പേജസ് ടു ബി പ്രിൻറ്റ്. എത്ര പേജസ് പ്രിൻറ്റ് ചെയ്യാൻ, 1 to 10 വരെ പേജസ് പ്രിൻറ്റ് ചെയ്യണം വെച്ചോളൂ. അപ്പോൾ നമുക്ക് റേഞ്ച് കൊടുക്കണം 1 to 10 അല്ലെങ്കിൽ 9 to 5 എന്ന് നമുക്ക് റേഞ്ച് കൊടുക്കണം. അപ്പോൾ സെറ്റ് ദി പേജസ് ടു ബി പ്രിൻറ്റ്. ഓക്കെ, ദെൻ പ്രിൻറ്റ് വാട്ട്, എന്താണോ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത ഏരിയ മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന വർക്ക് ഷീറ്റ് പ്രിൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓൾ വർക്ക് ഷീറ്റ് പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് സെലക്ട് സെൽ, ഏത് സെല്ലിലാണോ നിൽക്കുന്ന ആ സെല്ല് മാത്രം പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ആക്റ്റീവ് വർക്ക് ഷീറ്റ്, ഇപ്പോൾ നിൽക്കുന്ന വർക്ക് ഷീറ്റ് മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓൾ വർക്ക് ഷീറ്റ്, എല്ലാ വർക്ക് ഷീറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ചെയ്യാം. അത് ഓപ്ഷൻ ഉണ്ടായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കോപ്പീസ്, എത്ര കോപ്പീസ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ മൾട്ടി കോപ്പീസ് നമുക്ക് വേണ്ടി വരും, മൾട്ടിപ്പിൾ കോപ്പി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടു സെറ്റ് ദി നമ്പർ ഓഫ് കോപ്പീസ് ടു ബി പ്രിൻറ്റഡ്, എത്ര കോപ്പീസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 5 കോപ്പീസ് വേണമെന്ന് വെച്ചാൽ 5 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5 കോപ്പീസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് വർക്ക് ബുക്ക് പ്രൊട്ടക്ഷനാണ്. എങ്ങനെ വർക്ക് ബുക്കിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് ഷീറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ ആർക്കും എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വർക്ക് ഷീറ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് വർക്ക് ബുക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിക്ക് ഓഫീസ് ബട്ടൺ എടുക്കുന്ന, സേവ് ആസ് എന്ന ഓപ്ഷൻ എടുക്കുന്ന, ടൂൾസിൽ പോകുന്ന, ജനറൽ ഓപ്ഷൻ എടുക്കുന്നു. ഏറ്റവും താഴെ കാണും ജനറൽ ഓപ്ഷൻ. എന്ത് ചെയ്യാം, ടൈപ്പ് ദി പാസ്വേഡ് ടു ബി ഓപ്പൺ എന്ന ഇതിൽ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. ദെൻ ഓക്കെ കൊടുക്കുന്ന, സേവ് കൊടുക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആ പേജിലെ വർക്ക് ഷീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ വർക്ക് ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻ്റലി ഇത് എഡിറ്റഡ് ബൈ ചാൻസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാത്തൊരു ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതാണ് വർക്ക് ബുക്ക് പ്രൊട്ടക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.